ഗോസ്പൽ പെർമിറ്റഡ്, ഗോസിപ്പ് പ്രൊഹിബിറ്റഡ് എന്നൊരു എഴുത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല വാക്കുകളും നല്ല വാർത്തകളും അനുവദനീയമാണ്. എന്നാൽ പരദൂഷണങ്ങൾ, അപവാദങ്ങൾ, ഏഷണികൾ തുടങ്ങിയവ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഈ നാളുകളിലും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം നല്ല വാർത്തകൾ പരക്കുന്നില്ല, പക്ഷേ ഗോസിപ്സ് ഇങ്ങനെ നന്നായിട്ട് പരക്കുന്നുണ്ട്. ഇന്നത്തെ വചനഭാഗത്തിൽ കന്യകമറിയാമും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വചനങ്ങളിൽ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ മറിയമിന്റെ ശബ്ദം കേട്ടപ്പോൾ എലിശുബായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഉദരത്തിനുള്ളിലെ പൈതലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അതായത് ഈ സംസാരം കേൾക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ആത്മാവ് നിറയുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, മറിയമിന്റെ ഉള്ളിൽ വചനം ജഡമായി തീരുന്നതിന് വേണ്ടി മാംസമായി തീർന്നിരിക്കുന്ന നാളുകളാണ്. അതായത് മറിയമിന്റെ ഉള്ളിൽ യേശുവുണ്ട്. മെശിഹ ഉള്ളിലുള്ള ഒരാളുടെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ശബ്ദം, സംസാരമൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ മറ്റുള്ള മനുഷ്യർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നമ്മുടെ ഒന്നും ഇടയിൽ നമ്മുടെ ശബ്ദം കേട്ടിട്ട് ആരും ആത്മാവ് കൊണ്ട് നിറയുന്നില്ലെങ്കിൽ ഓർക്കണം, ഉള്ളിൽ കർത്താവില്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ പരദൂഷണങ്ങളും അപവാദങ്ങളും ഏഷണികളും പെരുകുമ്പോൾ ഓർക്കണം, ഉള്ളിൽ യേശുവുമില്ല. ഉള്ളിൽ യേശുവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസർക്ക് ലേഖനം എഴുതിയപ്പോൾ ഓർമ്മിപ്പിച്ചത്, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഇവയൊന്നും അരുത്. വീണ്ടും കൊലോസർക്ക് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ വാക്ക് കൃപയുള്ളതാകണം, കൃപയോട് കൂടിയതാകണം. പ്രിയപ്പെട്ടവരെ, കവി പാടിയതുപോലെ നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല വാക്കുകൾ നമുക്ക് പരത്താം. ഗോസ്പൽ പെർമിറ്റഡ്, ഗോസിപ്പ് പ്രൊഹിബിറ്റഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.